2025 എന്ന വർഷം മോഹൻലാൽ ഇങ്ങെടുക്കുക എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം എമ്പുരാൻ എന്ന സിനിമ ഈ 2025 മോഹൻലാലിന്റെ ഏറ്റവും വലിയ ബ്ലോക്ക് ബാസ്റ്റർ സമ്മാനിച്ചിരിക്കുകയാണ്. ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ. ഇപ്പോഴും ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ വരാൻ പോകുന്ന ചിത്രങ്ങൾക്കും വമ്പൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊക്കെ ബോക്സ് ഓഫീസിൽ ഉറപ്പായും വർക്കാവും, പോസിറ്റീവ് ടോക്ക് വരും എന്ന്. ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ആ പോസിറ്റീവ് പ്രേക്ഷകരും ഏറ്റെടുത്തു എന്നതാണ്. കാരണം നേരത്തെ മോഹൻലാലിന്റെ സിനിമകൾ വരിവരിയായി എത്തിയെങ്കിലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടോക്കുകളാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നുകൊണ്ടേയിരുന്നത്. എന്നാൽ എമ്പുരാൻ ഒരു പോസിറ്റീവ് അവർക്ക് സമ്മാനിച്ചപ്പോൾ വരാൻ പോകുന്ന സിനിമകൾക്കും ആ പോസിറ്റീവ് വന്നു ചേരുകയാണ്. പോസിറ്റീവ് ടോക്കുകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എമ്പുരാൻ വിഷുദിനമായ 14-ാം തീയതി പോലും കേരള ബോക്സ് ഓഫീസിൽ 50 ലക്ഷത്തോളം രൂപ സ്വന്തമാക്കിയെന്നുള്ള വിവരങ്ങൾ വരികയാണ്. അത് എമ്പുരാനെ സംബന്ധിച്ച് വലിയൊരു സംഖ്യ തന്നെയാണ്. ആലപ്പുഴ ജിംഖാന 3.54 കോടിയും, ബസൂക്ക 1.52 കോടിയും, മരണമാസം 1.44 കോടിയും, ഗുഡ് ബാഡ് അഗ്ലി 50 ലക്ഷവും, എമ്പുരാൻ 50 ലക്ഷവും ഒക്കെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടുകയുണ്ടായി. ഇപ്പോഴും എമ്പുരാൻ ബോക്സ് ഓഫീസിൽ തുടരുകയാണ്. അപ്പോഴാണ് മോഹൻലാലിന്റെ തന്നെ തുടരുമെന്ന സിനിമ റിലീസിനൊരുങ്ങുന്നത്. ഈ മാസം തന്നെ തുടരുമെന്ന സിനിമ വരുമ്പോഴും തുടരുമെന്ന സിനിമയ്ക്കും പോസിറ്റീവ് ടോക്കാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. തുടരുമെന്ന സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ എന്തായിരിക്കും ഈ ചിത്രത്തിന്റെ വെർഡിക്റ്റ് എന്നതാണ് അവരുടെ അന്വേഷണം. സർവേകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാന് കിട്ടിയ കണക്കത്തെ മിക്സഡ് റെസ്പോൺസ് ആണ് തുടരുമെന്ന സിനിമയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഒരു താരപദവി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എന്തായിരിക്കുമെന്നുള്ള ചോദ്യമാണ് അവരുടെ ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പലരും 100 കോടിക്ക് മുകളിലൊക്കെ പോസിറ്റീവ് കിട്ടിയാൽ തുടരും എന്ന സിനിമ പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു സാധാരണ ചിത്രമാണ്, ഒരു കൊച്ചു ചിത്രം. എന്നിരുന്നാലും മോഹൻലാലിന്റെ താരപരിവേഷം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ചോദ്യം അങ്ങനെ തള്ളിക്കളയാനും കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് തുടരും എന്ന ചിത്രത്തിന് ശേഷം ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം വരാൻ പോകുന്നത്. തുടരും എന്ന ചിത്രത്തെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന സംഭവമായിരിക്കും ഹൃദയപൂർവ്വം എന്നത് പറയുമ്പോൾ അതിന് കാരണമായി പറയുന്നത് സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ തന്നെയാണ്. ആ കോംബോയിൽ ഒരു ചിത്രം പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ ചിത്രത്തിന്റെ അപ്ഡേറ്റ് തന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആശീർവാദ് സിനിമാസ് എത്തിയതും ചിത്രത്തിന്റെ റിലീസ് തന്നെ പ്രഖ്യാപിച്ചു എന്ന് തന്നെ പറയാം. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി ഒരുങ്ങുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഒന്നിക്കുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട നിർണായക വിവരം പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഹൃദയപൂർവ്വം ടീം ഒരു വീഡിയോ തന്നെ പങ്കുവച്ചു. ആന്റണി പെരുമ്പാവൂർ ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചത് ഓണത്തിന് സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സത്യൻ സാറിന്റെയും ലാൽ സാറിന്റെയും കോമ്പിനേഷനിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളികൾക്കായി സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലൊരു ചിത്രം ഇത്തവണ ഓണത്തിന് തിയേറ്ററിലേക്ക് എത്തും ഹൃദയപൂർവ്വം എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആശീർവാദിന്റെ വിഷു ആശംസാ വീഡിയോയിൽ മോഹൻലാൽ, സത്യനന്ദിക്കാട്, മാളവിക മോഹനൻ എന്നിവരും സംസാരിക്കുന്നുണ്ട്. നേരത്തെ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ലുകൾ പുറത്തു വന്നിരുന്നു. ഇവ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂനെയിൽ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നാണ് അവർ വിഷു ആഘോഷിച്ചതും വിഷു ആശംസകൾ നൽകി അവർ എത്തിയതും. ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ പൂനെയിലാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരു വ്യത്യസ്തമായ പ്രമേയം തന്നെയായിരിക്കും ഈ കൂട്ടുകെട്ടിൽ വരാൻ പോകുന്നത് എന്നും മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു ലുക്കും സ്റ്റൈലിഷ് ലുക്കും ഈ ചിത്രത്തിൽ ഉള്ളത് എന്നതും പ്രേക്ഷകർക്കിടയിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ അവർ എടുത്തു തന്നെ പറയുന്നുമുണ്ട്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 5ാമത്തെ ചിത്രം കൂടിയാണിത്. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഒടുവിൽ ഒന്നിച്ചത്. എന്തായാലും മോഹൻലാലിന്റെ എമ്പുരാന് ശേഷം വരാൻ പോകുന്ന ഈ ചിത്രങ്ങൾക്ക് വമ്പൻ പ്രതീക്ഷകളാണ്. ഇതൊക്കെ പോസിറ്റീവ് ടോക്ക് കിട്ടുന്ന ചിത്രങ്ങളായി മാറും എന്നത് അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു 2025 മോഹൻലാൽ ഇങ്ങ് എടുക്കുകയാണെന്ന്.